മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധന ഹർജികൾ 9 അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. ഇക്കാര്യം നേരത്തെ തീരുമാനിച്ചതാണെന്ന് ചീഫ് ജസ്റ്റിസ് എന്ന് പരിഗണിക്കുമെന്നുള്ള തീയതി വ്യക്തമാക്കിയിട്ടില്ല. വിവരങ്ങളുമായി അതുല്യ ചേരുന്നുണ്ട്. അതുല്യ, എന്തായാലും ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി. എന്തായാലും ഹർജികൾ 9 അംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് കോടതിയിൽ നിന്ന് വരുന്നത്? കാർത്തു, ഇപ്പോൾ ഈ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഈ പുനഃപരിശോധന ഹർജികളല്ല ഇന്ന് പരിഗണിക്കുന്നത്, മറിച്ച് നിലവിൽ 67 ഇത്തരത്തിൽ മതസ്വാതന്ത്ര്യവും അല്ലെങ്കിൽ മതാചാരങ്ങളിലെ സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട 67 ഹർജികളാണ് പരിഗണിക്കുന്നത്. അതിൽ ശബരിമല വിഷയം ആദ്യ ഘട്ടത്തിൽ തന്നെ പരിഗണിക്കും എന്നുള്ള രീതിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള 3-അംഗ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. അതായത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ശർമ്മ, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി, അതുപോലെ തന്നെ ജസ്റ്റിസ് വിപുൽ എം പഞ്ചോളി എന്നിങ്ങനെ 3 പേർ അഭിഭാഷകർ അല്ലെങ്കിൽ 3 ജസ്റ്റിസുമാരുള്ള 3-അംഗ ബെഞ്ചാണ് ഈ ഒരു ഹർജി പരിഗണിക്കുക. നിലവിൽ ഈ ഒരു ഹർജികളെ, അതായത് പുനഃപരിശോധനാ ഹർജികളെ എതിർക്കില്ല എന്നാണ് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. പുനഃപരിശോധനാ ഹർജികളെല്ലാം തന്നെ നിലനിൽക്കുമെന്ന് കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്. ഇതിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഈ ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയം മാത്രമല്ല, മറ്റ് വിവിധ മതങ്ങളിലായി മതാചാരങ്ങളുമായി ബന്ധപ്പെട്ട 67 ഹർജികൾ, അതിൽ മുസ്ലിം പാർസി വിഭാഗങ്ങളിലെ യുവതികളുടെ അല്ലെങ്കിൽ മുസ്ലിം പാർസി വിഭാഗങ്ങളിലെ സ്ത്രീകളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള കേസുകളും ഇതിനോടൊപ്പം തന്നെ പരിഗണിക്കുന്നുണ്ട്. അതിൽ നിലവിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ ഒരു കേസ് പരിഗണനയ്ക്ക് എടുത്തപ്പോൾ ആദ്യമായി തന്നെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഈ കേസ് 9-അംഗ ബെഞ്ച് തന്നെ പരിഗണിക്കും, അതായത് 9-അംഗ ഭരണഘടനാ ബെഞ്ച് തന്നെ പരിഗണിക്കും. അത് നേരത്തെ തന്നെ, അതായത് ഇത് 2019 ഈ ഒരു കേസ് സുപ്രീം കോടതിയിൽ അവസാനമായി വന്നപ്പോൾ തന്നെ തീരുമാനിച്ച കാര്യമാണ്. ഇത് ഭരണഘടനാ ബെഞ്ചിന് വിടും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. ഭരണഘടനാ ബെഞ്ച് തന്നെ ഇത് പരിഗണിക്കും. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അന്ന് രൂപീകരിച്ച 9-അംഗ ഭരണഘടനാ ബെഞ്ചിൽ ഇന്നിപ്പോൾ കോടതിയിൽ ബാക്കിയുള്ളത് ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് ശർമ്മ മാത്രമാണ്. അത് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അന്ന് രൂപീകരിച്ച ഈ 9-അംഗ ബെഞ്ചിൽ അതിൽ ജസ്റ്റിസ് BR ഗവായ് അടക്കമുള്ളവരായിരുന്നു ഉണ്ടായിരുന്നത്. അവരെല്ലാവരും തന്നെ വിരമിച്ചു. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നിലവിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള സൂര്യകാന്ത് ശർമ്മ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചതിന് ശേഷം മാത്രമാണ് ഇത് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അറിയാനുള്ളത് എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ വാദം കേൾക്കുമോ, 9-അംഗ ഭരണഘടനാ ബെഞ്ച് കേസ് പരിഗണിച്ച് വാദം കേൾക്കുമോ, അതുപോലെ തന്നെ എന്നായിരിക്കും കേൾക്കുക എന്നിങ്ങനെയുള്ള 2 കാര്യങ്ങളിലാണ് വ്യക്തത വരേണ്ടത്. എന്തായാലും അതിന് മുന്നോടിയായി മാർച്ച് 14 മുൻപ് സംസ്ഥാന സർക്കാർ നിലപാട് എഴുതി അറിയിക്കണം എന്നൊരു നിർദ്ദേശം നൽകി. സംസ്ഥാന സർക്കാർ ഈ ഒരു കേസിൽ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ മറ്റ് വിവിധ കക്ഷികൾ, അതായത് വിവിധ മതങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളാണുള്ളത്. അപ്പോൾ എല്ലാ കക്ഷികളും, ഈ ഒരു മതാചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഹർജി ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ കക്ഷികളും തങ്ങളുടെ നിലപാട് എഴുതി തന്നെ കോടതിയെ മാർച്ച് 14 മുൻപ് അറിയിക്കണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായി റഫറൻസ് ചോദ്യങ്ങൾ തയ്യാറാക്കാനും അതുപോലെ തന്നെ വിവിധ ഹർജികളിലെ വാദങ്ങൾ ക്രോഡീകരിക്കാനുമെല്ലാം ഒരു നോഡൽ അഭിഭാഷകനെ നിയമിച്ചിട്ടുണ്ട്. നിലവിൽ ഈ തന്ത്രിയുടെ അഭിഭാഷകനായിട്ടുള്ള കൃഷ്ണകുമാർ സിംഗിനെയാണ് ഹർജിക്കാർക്ക് വേണ്ടിയുള്ള നോഡൽ അഭിഭാഷകനായി നിയമിച്ചിട്ടുള്ളത്. ഈ നോഡൽ അഭിഭാഷകനാണ് എല്ലാവരുടെയും റഫറൻസ് ചോദ്യങ്ങൾ എഴുതി തയ്യാറാക്കുകയും അതുപോലെ തന്നെ എല്ലാവരുടെയും വാദങ്ങൾ ക്രോഡീകരിച്ച ഒരു സംഗ്രഹം തയ്യാറാക്കുകയും ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ മാർച്ച് 14 മുമ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർച്ച് 14 മുൻപായി എല്ലാ കക്ഷികളും, എല്ലാ ഹർജിക്കാരും ഈ ഒരു നിലപാട് അറിയിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് സുപ്രീം കോടതി കടക്കുക. അതായത് നേരത്തെ ഈ ഒരു കേസ് പരിഗണിച്ചപ്പോൾ ആദ്യത്തെ ബെഞ്ച്, ആദ്യം ഇത് പരിശോധിച്ച 2019 ഈ കേസ് പരിഗണിച്ച 5-അംഗ ബെഞ്ച് അവരുടെ അഭിപ്രായം 3-2 എന്ന്, അതായത് 3 പേർ ഒരഭിപ്രായവും 2 പേർ ഒരഭിപ്രായവുമായിരുന്നു. അപ്പോൾ അന്ന് അവരിത് കൂടുതൽ വിശാലമായിട്ടുള്ളൊരു ഭരണഘടന
ഭരണഘടനാ ബെഞ്ചിന് വിടുകയും 7 റഫറൻസ് ചോദ്യങ്ങൾ നൽകുകയും ചെയ്തു. അതായത് ഈ 7 ചോദ്യങ്ങളിൽ ആസ്പദമാക്കിക്കൊണ്ടായിരിക്കും ഹർജി പരിഗണിക്കുക. മത സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ആരാധനാ സ്വാതന്ത്ര്യം, ആചാരങ്ങൾ എന്നിവ സംബന്ധിച്ച 7 ചോദ്യങ്ങളാണ് അന്ന് നൽകിയത്. ഈ 7 ചോദ്യങ്ങളിൽ തന്നെ ഊന്നിക്കൊണ്ട് മതിയോ ഈ ഹർജികൾ പരിഗണിക്കുന്നത്, അതോ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ടോ എന്നുകൂടി സുപ്രീം കോടതി ഇന്ന് അറിയിക്കും. ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 25 എന്ന് പറയുന്നത് മതസ്വാതന്ത്ര്യം, ആരാധനാ സ്വാതന്ത്ര്യം എന്നിവയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ആ ആർട്ടിക്കിളിന്റെ വ്യാപ്തി, അതായത് ഈ ആരാധനാ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും ഏത് രീതിയിൽ വികസിച്ച് കിടക്കുന്നു, അതിന്റെ ദൈർഘ്യം അല്ലെങ്കിൽ അതിന്റെ പരിമിതികൾ എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതുപോലെ തന്നെ വ്യക്തിഗത അവകാശങ്ങളും വിഭാഗീയ അവകാശങ്ങളും തമ്മിലുള്ള ബന്ധം, അതായത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യത്തെ ഈ നേരത്തെ പറയുന്ന ആർട്ടിക്കിൾ എങ്ങനെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ആർട്ടിക്കിൾ 26 അവകാശങ്ങൾ, അതായത് ആർട്ടിക്കിൾ 26 എന്ന് പറയുന്നത് വിഭാഗീയ അവകാശങ്ങളാണ്. ഈ വിഭാഗീയ അവകാശങ്ങൾ എല്ലാ വ്യവസ്ഥകൾക്കും വിധേയമാണോ എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. അതുപോലെ തന്നെ ഈ 2 ആർട്ടിക്കിളുകൾ, അതായത് മതസ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും എല്ലാം തന്നെ ധാർമ്മികതയുടെ, ഭരണഘടന ധാർമ്മികതയുടെ, അതുപോലെ തന്നെ മതപരമായ ആചാരങ്ങളെക്കുറിച്ചും എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് നാലാമത്തെ ചോദ്യം. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 25 ഹിന്ദു വിഭാഗങ്ങൾ എന്നതിൻ്റെ വ്യാഖ്യാനമാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മതവിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ അംഗങ്ങളല്ലാത്തവർക്ക് ഈ പൊതുതാൽപര്യ ഹർജി, പീപ്പിൾസ് ഇൻട്രസ്റ്റ് പ്ലീ എന്ന രീതിയിൽ ഈ പൊതുതാൽപര്യ ഹർജി നൽകിക്കൊണ്ട് മതാചാരങ്ങളെ വെല്ലുവിളിക്കാൻ സാധിക്കുമോ, അതിന് നിയമപരമായി സാധുതയുണ്ടോ എന്നതാണ് അവസാനത്തെ ചോദ്യം. പ്രധാനമായും ഇത്തരം കേസുകളിൽ പലപ്പോഴും ആ മതത്തിൽപ്പെട്ടവരല്ലാത്ത, ആ മതവിഭാഗവുമായി ബന്ധമില്ലാത്തവർക്ക് ആ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആചാരങ്ങളെ അതിൽ തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ എതിർപ്പ് അറിയിച്ചുകൊണ്ടോ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് അവസാനത്തെ ചോദ്യം. അപ്പോൾ ഈ 7 ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കേസുകളെല്ലാം തന്നെ, അതായത് വിവിധ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട 67 ഹർജികളും പരിഗണിക്കുന്നത്. ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഈ പരിഗണിക്കുന്നതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കണമോ എന്നുള്ളത് കൂടി സുപ്രീം കോടതി ഇന്ന് തീരുമാനിക്കും. അതോടൊപ്പം തന്നെ എന്നായിരിക്കും കൃത്യമായി വാദം ആരംഭിക്കുക എന്നതിപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും മാർച്ച് 14 ശേഷമായിരിക്കും വാദം ആരംഭിക്കുക. അതിൽ ഇത്തരത്തിൽ ബാച്ചുകളായി, ഓരോ ബാച്ചുകളായിട്ടായിരിക്കും ഓരോ മതവിഭാഗങ്ങളുടെയും ഹർജികൾ പരിഗണിക്കുക എന്നുകൂടി സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ബാച്ചുകളിൽ പരിഗണിക്കുമ്പോൾ ആദ്യമായി ശബരിമലയിലെ യുവതി പ്രവേശന വിഷയം തന്നെ പരിഗണിക്കാം എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇനി അറിയേണ്ടത്, ഈ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് സുപ്രീം കോടതി തേടുകയാണെങ്കിൽ എന്തായിരിക്കും നിലപാടെടുക്കുക എന്നുള്ളതാണ്. നിലവിൽ പുനഃപരിശോധനാ ഹർജികളെ എതിർക്കില്ല എന്ന് സംസ്ഥാനം അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ, അതായത് 2019 സംസ്ഥാനം നൽകിയ സത്യവാങ്മൂലം അനുസരിച്ച് യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു സത്യവാങ്മൂലം നൽകിയത്. എന്നാൽ ഇപ്പോൾ ഇനി വീണ്ടും കോടതി ഇതിലൊരു നിലപാട് ആവശ്യപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും, ഈ സത്യവാങ്മൂലം, നേരത്തെ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തി നൽകാൻ തയ്യാറാകുമോ, അതോ ഇതേ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് പുതിയ സത്യവാങ്മൂലം നൽകുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. പ്രത്യേകിച്ചും നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി അടുത്തു നിൽക്കുന്ന ഒരു സമയമാണ്. വിശ്വാസികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിൽ മത ആചാര വിഭാഗവുമായി ബന്ധപ്പെട്ട നിലവിലെ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു വരുന്ന ഒരു സമയമാണ്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട ഏതൊരു വിവാദവും പ്രതിപക്ഷം ആയുധമാക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ടെല്ലാം തന്നെ സർക്കാരിൻ്റെ നിലപാടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ ഒരു കേസിനെ ഇത്രത്തോളം നിർണായകമാക്കുന്നത്. ഇനി അങ്ങനെ സർക്കാരിൻ്റെ നിലപാടിൽ ഒരു മാറ്റം ഉണ്ടാവുകയാണ് എങ്കിൽ അത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും, എങ്ങനെയായിരിക്കും അത് ഇടതുപക്ഷത്തെ ബാധിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ ഈ കേസിനെ ഇത്രത്തോളം നിർണായകമാക്കുന്നത്. കാർത്തു, അതുപോലെ തന്നെ സർക്കാർ, കോടതി പറഞ്ഞു കഴിഞ്ഞു, എല്ലാ കക്ഷികളും മാർച്ച് 14 മുമ്പ് നിലപാട് എഴുതി നൽകണമെന്നൊരു നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സർക്കാരിന്റെ നിലപാടൊക്കെ ഈ ഒരു സമയത്ത് നിർണായകം തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതുപോലെ പറഞ്ഞതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യം. അങ്ങനെയാണെങ്കിൽ മാർച്ച് 14 മുമ്പ് നിലപാടുകൾ എഴുതി നൽകിയതിനു ശേഷം ഏപ്രിൽ തന്നെ വാദം തീർക്കാൻ തന്നെയായിരിക്കില്ലേ കോടതിയുടെ തീരുമാനം?
എന്നാലും ശബരിമല യുവതി പ്രവേശന ഹർജികൾ പുതിയ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കാമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് ആയിരിക്കും 9-അംഗ ബെഞ്ചിന് എന്തായാലും നേതൃത്വം നൽകുന്നത്. എല്ലാ കക്ഷികളും ഈ ഒരു ഹർജിയുമായി ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും മാർച്ച് 14 മുമ്പ് തങ്ങളുടെ നിലപാട് എഴുതി നൽകാനാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 9-അംഗ ബെഞ്ച് ഏപ്രിൽ 7-ന് വാദം തുടങ്ങാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും വിവിധ മതങ്ങളുടെ വിഷയം ഒന്നിച്ച് പരിഗണിക്കണമെന്നാണ് അഭിഭാഷകരടക്കം കോടതിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ പഴയ 9-അംഗ ബെഞ്ച് ഇപ്പോൾ കോടതിയിൽ ബാക്കിയുള്ളത് താൻ മാത്രമാണെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അടക്കം വാദത്തിനിടെ പറയുകയുണ്ടായി. എന്തായാലും കോവിഡ് കാരണമായിരുന്നു നേരത്തെ ഈ ഒരു ഹർജിയുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നേരത്തെ വാദം മുടങ്ങിയ കാര്യങ്ങളടക്കം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും എല്ലാ കക്ഷികളും മാർച്ച് 14 മുമ്പ് തങ്ങളുടെ നിലപാട് എഴുതി നൽകാനാണ് കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇതിലേറെ പ്രധാനപ്പെട്ടതാണ് സർക്കാരിന്റെ നിലപാട് എന്ത് എന്നുള്ളതിൽ. ഈ ഒരു യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ UDF അടക്കമുള്ള പാർട്ടികൾ പുറത്തു വന്നിരുന്നു. ഇനി എന്താണ് സർക്കാരിന്റെ നിലപാട് എന്ന് അറിയേണ്ടതുണ്ട്. അത് എന്താണെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന കാര്യങ്ങളടക്കം ഇന്നലെ VD സതീശൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞതാണ്. എന്തായാലും ഇനി കോടതിയുടെ നിർദ്ദേശം വന്നതനുസരിച്ച് 14 മുമ്പ് നിലപാട് നൽകണം എന്നൊരു കാര്യമാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഒരു സമയമാണ്. അതിനാൽ തന്നെ സർക്കാരിന്റെ നിലപാട് ഏറെ നിർണായകമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. അതുൽ രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.